വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റ് വെച്ചുമാറാൻ നീക്കം. പരമ്പരാഗതമായി കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ചു വരുന്ന അഴീക്കോട്, കണ്ണൂർ സീറ്റുകൾ പരസ്പരം വെച്ചുമാറി മത്സരിക്കാനാണ് നീക്കം. വിജയസാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ പിള്ള, ഇത് കണ്ണൂർ സീറ്റ് ഒരുപക്ഷെ അബ്ദുള്ളക്കുട്ടി ജയിച്ചതിന് ശേഷം കോൺഗ്രസിന് പിടിക്കാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറുവശത്ത് അഴീക്കോട് സീറ്റ് വച്ചുമാറാനുള്ള ശ്രമം ലീഗിൽ നടക്കുന്നു. ഇതെന്ത് വിജയസാധ്യതയാണ് ഇവർ ഇതിൽ കാണുന്നത്? എന്താണ് നീക്കം? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ അബ്ദുള്ളക്കുട്ടി ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന് വേണ്ടി ജയിച്ചതിന് ശേഷം കോൺഗ്രസിന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ തവണ ശക്തനായ സാരഥിയായ സതീശൻ പാച്ചേനിയെ രംഗത്തിറക്കിയിട്ട് കൂടി കണ്ണൂർ മണ്ഡലത്തിൽ ഒരു വിജയം കൈവരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. മറ്റൊന്ന് അഴീക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചാണ്. അഴീക്കോട് മണ്ഡലം നമുക്കറിയാം, KM ഷാജി 2 തവണ തുടർച്ചയായി വിജയിച്ചൊരു മണ്ഡലമായിരുന്നു. പക്ഷേ മൂന്നാമത്തെ തവണയാകുമ്പോഴേക്കും അവിടെ KV സുമേഷിനെ രംഗത്തിറക്കി CPM ആ മണ്ഡലം പിടിക്കുന്നൊരു സാഹചര്യമുണ്ടായി. മൂന്നാം തവണ പരാജയപ്പെട്ടത് KM ഷാജി തന്നെയാണ്. കാരണം അഴീക്കോട് മണ്ഡലത്തെ സംബന്ധിച്ച് KM ഷാജിയേക്കാൾ കരുത്തനായൊരു സാരഥി അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർത്തുക എന്നത് പ്രായോഗികമാണോ എന്നൊരു സംശയമാണ് ലീഗിനെ സംബന്ധിച്ച് നിൽക്കുന്നത്. മറ്റൊന്ന്, കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ കണ്ണൂർ സിറ്റി അടക്കമുള്ള ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ച് മാറി മത്സരിക്കാനൊരു നീക്കം UDF-നുള്ളിൽ നടന്നു വരുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം മുന്നണിക്കുള്ളിൽ നടക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കാരണം അഴീക്കോട് ഇനി ഷാജിയേക്കാൾ കരുത്തനായ ഒരു നേതാവിനെ കണ്ടെത്തുക ലീഗിന് വലിയ പ്രയാസമായിരിക്കും. കണ്ണൂരിനെ സംബന്ധിച്ച് സതീശൻ പാച്ചേനിയേക്കാൾ ശക്തനായ മറ്റൊരു കോൺഗ്രസ് നേതാവിനെ നിർത്തുന്നതിന് പകരം ഈ വോട്ടിംഗ് പാറ്റേൺ കണക്കിലെടുത്തൊരു മുസ്ലിം ലീഗിന് കൈമാറുകയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വരികയും അഴീക്കോട് അത് കോൺഗ്രസിന് കൊടുത്തൊരു കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവിനെ തന്നെ രംഗത്തിറക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളുടെ കാര്യത്തിലും ഇതൊരു പരിശോധനാ വിധേയമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കൂത്തുപറമ്പ് മേഖലയിൽ കാലങ്ങളായി മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിലും ഇത്തരത്തിൽ വെച്ചുമാറൽ നടത്താനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഇത് എത്രത്തോളം ഫലവത്താകുമെന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അടക്കം ഇക്കാര്യം പരിശോധിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കൃഷ്ണരാജ്.